ക്രിസ്തുവിൻ്റെ സുവിശേഷ വയലുകളിൽ ഇതാ അനേകം വൈദികർ തളരാതെ മുന്നേറുന്നു. ക്രൂശിതനെ അവർ അനേകർക്ക് പങ്കുവെച്ചു നൽകുന്നു. ഇത് വചനപ്രഘോഷകനും കൊച്ചിയിലെ പൊന്നുരുന്നി തിയോഫിനച്ചന്റെ സമാധിയുടെ റെക്ടറുമായ ഫാദർ ബിനോയ് ലീൻ കപ്പൂച്ചിൻ വചനപ്രഘോഷണ മേഖലയിലെ തന്റെ ദൗത്യത്തെക്കുറിച്ചും ദൈവവിളിയുടെ മഹത്വത്തെക്കുറിച്ചും ബിനോയ് ലീൻ അച്ഛൻ നമ്മോട് പങ്കുവെക്കുന്നു. ബിനോയച്ച, ശാലോം ടി വിയിലെ ജോഷു എന്ന ഈ പ്രോഗ്രാമിൽ അച്ഛനോടൊപ്പമുള്ള ഈ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. താങ്ക് യു. ഫാദർ ബിനോയ് ലീൻ, വളരെ മനോഹരമായൊരു പേര്. അച്ഛൻ കപ്പൂച്ചിൻ സഭാംഗമാണ്. തിരുവനന്തപുരം രൂപതയിൽ വെട്ടുകാട് ജനിച്ചു വളർന്ന അച്ഛൻ മാതാപിതാക്കളോടൊപ്പം 2 മക്കളായിരുന്നു, അനിയനും അച്ഛനും. മൂത്ത മകൻ സെമിനാരിയിൽ പോയി. എങ്ങനെയാണ് അച്ഛൻ കപ്പൂച്ചിൻ സഭയിൽ എത്തിപ്പെട്ടതെന്നൊരു വലിയ നീണ്ട ഒരു കഥ നമ്മൾ ആദ്യ എപ്പിസോഡിൽ വളരെ ആവേശകരമായൊരു കഥ പറഞ്ഞാണ്. തീർച്ചയായിട്ടും ഞാൻ ഓർക്കുന്നു, അച്ഛന് കുഞ്ഞുനാൾ മുതൽ അങ്ങനെ വൈദികനാവാൻ ആഗ്രഹിച്ച ഒരാളൊന്നുമല്ല. എല്ലാത്തിനെയും ഒരുപക്ഷെ ഇങ്ങനെ പലതിനെയും വിമർശിച്ചും ചോദ്യം ചെയ്തൊക്കെ നടന്നിരുന്ന ഒരു നല്ല ചെറുപ്പപ്രായത്തിൽ അച്ഛന് 27 വയസ്സല്ലേ? 27 വയസ്സുള്ള ഒരു സമയത്താണ് അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആകാശപ്പറവുകളുമായി ബന്ധപ്പെട്ട് കുറ്റിക്കലച്ചനോട് ചേർന്ന് ആകാശപ്പറവുകളുടെ പ്രവർത്തനങ്ങളിലാണ് അച്ഛൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസങ്ങളുണ്ടാവുകയും അതിൻ്റെ ചില പ്രോഗ്രാമിൽ വെച്ചാണ് ക്ലാര ചേച്ചി അച്ഛൻ പരിപൂർണമായി ദൈവത്തിന് സമർപ്പിക്കുക, വിശുദ്ധനായ ഒരു വൈദികനാവുക എന്ന് ഒരു വലിയൊരു പ്രവാചക ശബ്ദം നമ്മൾ കേൾക്കുകയും അതിന് വീണ്ടും പ്രചോദനമായി പിന്നീട് കരിസ്മാറ്റിക് ഒരു ധ്യാനം കൂടാൻ സഹായിക്കുന്ന സാഹചര്യത്തിലൊക്കെയും അന്ന് പ്രാർത്ഥിച്ചപ്പോൾ പിന്നീട് ബൈബിൾ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ കിട്ടുന്ന ദൈവവചനം, പിന്നീട് അച്ഛൻ ഈ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ പനക്കിലച്ഛന് കത്തയച്ചപ്പോൾ അതിന് സ്വന്തം കൈപ്പടയിൽ അച്ഛൻ മറുപടി അയക്കുകയും ആ മറുപടി അയച്ചതിൽ അച്ഛൻ ഇതേ ദൈവവചനം തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 21:15 മുതലുള്ള വാക്യങ്ങൾ കൃത്യമായി എഴുതി വയ്ക്കുകയും ചെയ്തത് അച്ഛനൊരു വലിയ തിരിച്ചറിവിനും തീരുമാനമെടുക്കുന്നതിനുള്ള ഒരു ഡിസൈൻമെൻറ്റിനും സഹായിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ വളരെ മനോഹരമായൊരു കാര്യം, കപ്പൂച്ചിൻ സഭയിലെ വൈദിക പരിശീലനം അച്ഛൻ്റെ ജീവിതത്തെ എങ്ങനെ സഹായിച്ചു. ഈ കപ്പൂച്ചിൻ സഭയിൽ 2007 ഡിസംബർ മാസത്തിൽ വൈദികനായത് മുതൽ ഇത്രയും വർഷത്തെ ജീവിതത്തിലൊക്കെ ഇത്രയും മനോഹരമായൊരു ആധ്യാത്മികത തുടരാൻ അച്ഛനെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അച്ഛൻ പറഞ്ഞത് മറ്റുള്ളവരുടെ പ്രാർത്ഥനയാണ്. അവിടെയാണ് നമ്മൾ ആദ്യ എപ്പിസോഡ് അവസാനിപ്പിച്ചത്. മറ്റെന്തെങ്കിലും കാര്യം അച്ഛനെ കൂട്ടിച്ചേർക്കാനുണ്ടോ? ഇങ്ങനെ അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ഒരു പിടിച്ചു നിൽപ്പിൽ അല്ലെങ്കിൽ കർത്താവിനോട് ചേർന്ന് ഒരു ഫ്രാൻസിസ്കൻ വൈദികനായി വിശ്വസ്തയോടെ ജീവിക്കുന്നതിൽ അച്ഛനെ സഹായിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങൾ? എൻ്റെ സെമിനാരി കാലഘട്ടത്തിൽ ഞാൻ ആദ്യ വർഷം മുതൽ തന്നെ എനിക്ക് ഒരു ആധ്യാത്മികമായ ഒരു സൗഹൃദം മിനിത്തട്ടിലെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, നമുക്ക് ശാലോം ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സഹോദരിയാണ്. ഇടുപ്പിന് താഴെ തളർന്നു പോയതാണ്. വീട്ടിനകത്ത് തന്നെ ഒത്തിരിയേറെ സഹനത്തിൻ്റെ പുത്രിയാണ്. അപ്പോൾ മിനിത്തട്ടിലിനെ ആദ്യം കണ്ടപ്പോൾ തന്നെ എന്നോട് പറഞ്ഞത് ഈശോയുടെ കുരിശിൻ്റെ മറുവശത്ത് തൂങ്ങിക്കിടക്കുന്ന ദൈവവിളിയാണ് എൻ്റെ വിളിയെന്ന്, മിനിത്തട്ടിലിൻ്റെ വിളിയെക്കുറിച്ച് പറഞ്ഞത്. അതെന്നെ വളരെ പ്രചോദിപ്പിച്ചു. അതിനുശേഷം സെമിനാരിയിലെ കാലഘട്ടങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ മിനിത്തട്ടിൽ എനിക്ക് കത്തുകൾ എഴുതാറുണ്ട്. അപ്പോൾ സെമിനാരി ആകുമ്പോൾ നമുക്കറിയാം ഒത്തിരി ചിലപ്പോൾ പല വിഷമങ്ങളൊക്കെ കടന്നു പോകേണ്ടതായിട്ടൊക്കെ വരും. ആ സമയത്തൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ പഠിക്കാനായിട്ടൊക്കെ വലിയ ബ്രൈറ്റൊന്നുമല്ല, മിനിമം പഠിത്തമാണ്. അതുകൊണ്ട് തന്നെ ക്ലാര ചേച്ചി ആദ്യം വൈദികനാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത് ഞാൻ ഈ പ്രായത്തിൽ ഇനി ഇത്രയും വർഷം പഠിക്കണം, ഒത്തിരി പഠിക്കാനുണ്ട്, അതൊന്നും പറ്റില്ല എന്നുള്ള ആ ഒരു ചിന്തയായിരുന്നു. പക്ഷേ സെമിനാരി കയറി കഴിഞ്ഞപ്പോൾ വിസ്മയനീയനായ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് എൻ്റെ പഠനങ്ങളിലെല്ലാം ഞാൻ കണ്ടു. കാരണം ഈ വിഷമിച്ചിരിക്കുന്ന അവസരങ്ങളിലൊക്കെ ഈ മിനിത്തട്ടിലിൻ്റെ പ്രോത്സാഹനത്തിൽ നിറഞ്ഞ വാക്കുകളുള്ള കത്തുകൾ കിട്ടും. അതുപോലെ തന്നെ എക്സാമൊക്കെ വളരെ പ്രയാസമായിരിക്കും, ടഫായിട്ടൊക്കെ തോന്നാറുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ ഉടനെ ഞാൻ ചെന്ന് വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരിക്കും, ജപമാല ചൊല്ലും, മാതാവിനോട് പറയും, ഈശോയുടെ അടുത്ത് പറയും. പക്ഷേ റിസൾട്ട് വരുമ്പോൾ എല്ലാത്തിനും നല്ല മാർക്ക്. അപ്പോൾ ഇത് ഒരു വലിയൊരു അത്ഭുതമാണ്. അതുകൊണ്ട് ഇവരുടെ ആ പ്രോത്സാഹനവും അതോടൊപ്പം തന്നെ സെമിനാരി കാലഘട്ടത്തിൽ പരിശീലനത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ദൈവം ചില ബന്ധങ്ങളെ നമ്മൾ കൂട്ടിച്ചേർക്കും, വളരെ നല്ല സൗഹൃദങ്ങൾ, അവരുടെ പ്രാർത്ഥന. അവർ പറയാറുണ്ട്, ഞങ്ങൾ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ മനസ്സുകൊണ്ട് ഈശോയുടെ അടുത്ത് പറയും, ആ അൾത്താരയിൽ ബിനോയ് അച്ഛൻ നിന്ന് കുർബാന ചൊല്ലുന്നത് ഞങ്ങൾ കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ വൈദ്യനായി കഴിഞ്ഞപ്പോൾ അവരിതൊക്കെ പറഞ്ഞപ്പോൾ എന്നെ വല്ലാതെ കാരണം ഇവരുടെയൊക്കെ പ്രാർത്ഥന തന്നെയാണ് ഞാൻ ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് ഈശോയുടെ ആ തിരുശരീരം ഉയർത്താനായിട്ടുള്ളൊരു യോഗ്യത.
അത് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയും ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും ഒക്കെയാണ്. എൻ്റെ വിശുദ്ധിയോ എൻ്റെ യോഗ്യതയോ എന്ന് ഒരിക്കലും ഞാൻ ഇന്നേ വരെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ദൈവത്തിനായിട്ട് നമ്മൾ വിട്ടുകൊടുത്താൽ ദൈവം ഒന്നേ ആഗ്രഹിക്കുന്നുള്ളൂ. പത്രോസിനോട് ചോദിച്ചില്ലേ, നീ ഇവയേക്കാളൊക്കെ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ആ ചോദ്യത്തിന് നമ്മൾ കൃത്യതയോടെ ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ ദൈവം വിസ്മയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തീർക്കും. കാരണം ഞാനത് സറണ്ടർ ചെയ്തു. ഞാൻ പറഞ്ഞു, ഈശോയെ, എനിക്ക് നീയാണ് എല്ലാറ്റിനേക്കാളും ഉള്ള ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് നീ തന്നെയാണ്. അതിനു മുമ്പേ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ മുമ്പെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അനുഷ്ഠാനം പോലെയുള്ള ക്രിസ്ത്യാനിയാണ്. ഈശോ അല്ല എൻ്റെ ഏറ്റവും വലിയ സ്നേഹം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ റെപ്യൂട്ടേഷനാകാം, എൻ്റെ സൗഹൃദങ്ങളാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മറ്റുള്ള ഇതൊക്കെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈശോയേക്കാളുള്ള സ്നേഹം, ഈശോയേക്കാൾ അധികമായിട്ടുള്ള സ്നേഹം. പക്ഷേ ധ്യാനം കഴിഞ്ഞതിന് ശേഷം ഈ പ്രാർത്ഥനാനുഭവത്തിലൊക്കെ നിൽക്കുമ്പോൾ ഈശോയുടെ ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ എന്നെ തന്നെ സറണ്ടർ ചെയ്ത് ഈശോയാണ് ഒന്നാമത്തെ സ്നേഹം എന്ന് പറയുന്നത് ഈശോ തന്നെയാണ്, ഈശോ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ള ആ ഒരു തലത്തിലെത്തി കഴിഞ്ഞപ്പോൾ ഈശോ വലിയ അത്ഭുതങ്ങളും വിസ്മയങ്ങളുമാണ് എൻ്റെ ജീവിതത്തിൽ ചെയ്തു തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ കുടുംബങ്ങളുടെയൊക്കെ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന, അത് എൻ്റെ ഈ പൗരോഹിത്യ വിളിയിൽ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മാതാപിതാക്കൾ, ഞാൻ സെമിനാരി കാലഘട്ടത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ഈ അപ്പനും അമ്മയൊക്കെ കാണാൻ വരും. വന്നിട്ട് എൻ്റെ അടുത്ത് അപ്പൻ എപ്പോഴും പറയും, എല്ലാവരോടും സ്നേഹമായിരിക്കണം, എല്ലാവരോടും എളിമപ്പെട്ട് നിൽക്കണം, അച്ഛന്മാരോടൊക്കെ എല്ലാം എളിമ വേണം. എപ്പോഴും പറയുന്ന ഇതാണ്, ആരോടും കയർക്കരുത്, ദേഷ്യപ്പെടരുത്, മറ്റുള്ളവരെന്തെങ്കിലുമൊക്കെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ചെയ്താലും എളിമപ്പെട്ട് നിൽക്കണം. ഈശോ എളിമപ്പെട്ടവനായിരുന്നു. ഈശോയുടെ ആ എളിമ നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും കാണണം. ഈ അപ്പൻ എപ്പോഴും ഇത് പറയും. ഇതെല്ലാം പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അപ്പൻ്റെ കണ്ണുകൾ നിറയുന്നത് എനിക്ക് കാണാൻ പറ്റും. കാരണം കാരണം വീട്ടിലെപ്പോഴും കൂടെ ഉണ്ടാകണമെന്ന് അപ്പൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഈശോയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തപ്പോൾ വന്ന് കാണുമ്പോഴൊക്കെ പറയുന്നതും ഈശോയ്ക്ക് വേണ്ടിയാണല്ലോ, കുഴപ്പമില്ല, പക്ഷേ നീ എപ്പോഴും എല്ലാവരോടും എളിമപ്പെട്ട് നിൽക്കണം. കാരണം ഞാൻ ഇതിനു മുമ്പേയൊക്കെ പെട്ടെന്ന് കയർക്കുന്ന സ്വഭാവക്കാരനാണ്, ദേഷ്യപ്പെടും. കാരണം എനിക്കിഷ്ടമില്ല, എൻ്റെ ചിന്താഗതിക്ക്, എൻ്റെ ലോജിക്കിന് നിരക്കാത്തതാണെങ്കിൽ ഞാൻ പെട്ടെന്ന് പ്രതികരിക്കും, വിമർശിക്കും, കുറ്റപ്പെടുത്തും. പക്ഷേ ഈ സെമിനാരി കാലഘട്ടത്തിലൂടെ കടന്നു പോയപ്പോൾ ഇതെല്ലാം എന്നിൽ നിന്ന് അത് അഴിഞ്ഞു പോയ ഒരവസ്ഥ. അപ്പോൾ ഇതൊക്കെ എനിക്ക് വളരെ പ്രചോദനമായിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു മധ്യസ്ഥ പ്രാർത്ഥന, നമ്മൾ ഈ പൗരോഹിത്യം പൗലോസ്ലിയ പറയുന്നത് പോലെ ഇത് കാരണം പൊട്ടിപ്പോകാവുന്ന ഒരു കുടത്തിലാണ് ഇരിക്കുന്നത് നിധി എന്ന് പറയുന്നത്, മൺപാത്രത്തിലെ നിധി പോലെയാണ്. അപ്പോൾ ഏത് സമയവും തകർക്കപ്പെടാൻ പറ്റുന്ന ഒരു സാധ്യതയുള്ള ഈ വിളിയെ പൊതിഞ്ഞ് പിടിപ്പിക്കുന്ന ആ ഒരു കവചം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്, മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു കവചം ഉണ്ടെങ്കിൽ ഈ മൺകുടം പൊട്ടാതിരിക്കും. അത് വലിയൊരു യാഥാർത്ഥ്യമാണ്. മൺകുടത്തിലെ നിധിയെ നമുക്ക് പൊതിഞ്ഞ് പിടിക്കാൻ സാധിക്കുന്ന ഒരു ശക്തിയാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഈശോ പോലും ഈ ഈ ദൈവവിളിയായിട്ട് ബന്ധപ്പെടുമ്പോൾ ഈശോ പറയുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. കാരണം എൻ്റെ വയലുകളിലേക്ക് ശുശ്രൂഷകരെ അയക്കാൻ വേലക്കാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ഈ പ്രാർത്ഥന ഉടനീളം തുടരേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഓർക്കുമ്പോൾ ചില വൈദികർ, അതുപോലെ തന്നെ ആത്മായരായിട്ടുള്ള ചില കുടുംബങ്ങളുടെയൊക്കെ പ്രാർത്ഥന, പിന്നെ ഒരു സഹോദരനായിട്ട് കണ്ടുകൊണ്ട് സ്നേഹിക്കുന്ന മറ്റ് കുടുംബാംഗങ്ങൾ, അവരുടെയൊക്കെ പ്രോത്സാഹനവും പ്രാർത്ഥനയും, അത് ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ ആൻ്റണി വാവച്ചൻ എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ കുടുംബം കാരണം ഫോർമേഷനിലൊക്കെ നമുക്ക് ചില ഫാമിലീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അവർ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഒരു കുടുംബമായിട്ട് ചിലപ്പോഴൊക്കെ അവർ സെമിനാരിയിൽ പഠിക്കുന്നവരെ ദത്തെടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫാമിലീസിൻ്റെയൊക്കെ പ്രാർത്ഥന, അത് നമ്മുടെ സമർപ്പിത ജീവിതത്തിനൊരു ബലമാണ്. അച്ഛൻ്റെ പറഞ്ഞ ഈ കാര്യങ്ങൾ ഓരോന്നും, പ്രത്യേകിച്ച് മാതാപിതാക്കളെക്കുറിച്ച് പറഞ്ഞത് എത്രയോ അപ്പച്ചനൊക്കെ, കാരണം സ്വാഭാവികമായിട്ടും മൂത്ത മകൻ സെമിനാരിൽ പോകാമെന്ന് പറഞ്ഞാൽ പ്രയാസം ഉണ്ടാവും. പക്ഷേ എങ്കിലും അവരത് ദൈവത്തിൻ്റെ തീരുമാനമാണെന്നറിഞ്ഞ് വിട്ടുകൊടുക്കുകയും അത് ഏറ്റവും കൃത്യതയോടെ പോകാൻ, താണു നിൽക്കണം, എളിമപ്പെട്ട് നിൽക്കണം, അല്ലെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ ആ എളിമയോടെ നിൽക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഏറ്റവും നല്ല വൈദികനാണെന്നുള്ള മാതാപിതാക്കളുടെ ആഗ്രഹമാണ്. മറ്റൊരു കാര്യം നമ്മളിപ്പോൾ വീണ്ടും, കാരണം അച്ഛൻ ആ ലെറ്ററുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ, മിനിത്തട്ടിൽ എന്ന് പറയുന്ന ആ ഒരു സഹോദരിയുടെ കത്തുകൾ, കാരണം എന്തൊരു മനോഹരമായ ശുശ്രൂഷ മേഖലയാണ്. ഇന്ന് നമ്മൾ പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ടൊക്കെ നമ്മൾ നടക്കുമ്പോഴും ശുശ്രൂഷ മേഖലകൾ കണ്ടെത്താൻ വിഷമിക്കുമ്പോൾ, ശുശ്രൂഷ മേഖലകളെക്കുറിച്ച് പരാതിപ്പെടുമ്പോൾ, ശാരീരികമായി മുഴുവൻ തളർന്നു പോയൊരവസ്ഥയിലും അനേകരുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ കൂടുതൽ ജ്വലനമുള്ളതാക്കി തീർക്കാൻ വേണ്ടി കത്തുകളിലൂടെ ശുശ്രൂഷ ചെയ്ത മനോഹരമായൊരു കാര്യം, അത് അച്ഛൻ പരാമർശിച്ചത് ഏറെ നല്ലൊരു കാര്യം. അച്ഛൻ അവരോടുള്ളൊരു നന്ദിയും വളരെ മാതൃകാപരമായ ഒരു കാര്യവും കൂടിയാണ്. അച്ഛൻ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ചാണ് അച്ഛൻ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞത്. എൻ്റെ മറ്റൊരു ചോദ്യം അച്ഛൻ്റെ ഒരു വൈദിക ഒരു ഡിസേൺമെൻറ്റ് കാലത്ത്, അല്ലെങ്കിൽ ദൈവവിളി തിരിച്ചറിയുന്ന ഒരു കാലത്ത് ദൈവവചന പ്രഘോഷകനാകണം എന്നുള്ളത് IMS കുറിച്ചൊക്കെ നമ്മൾ പറയണ്ടായല്ലോ.
പിന്നെ അച്ഛൻ പറഞ്ഞ് ഫ്രാൻസിസ്കൻ സഭ എനിക്ക് എന്തുകൊണ്ട്, കപ്പൂച്ചിൻ സഭ എനിക്ക് എന്തുകൊണ്ട് അർത്ഥവത്താവുന്നു. കാരണം ഞാൻ ആഗ്രഹിച്ച 2 തലങ്ങളും, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ 2 എക്സ്പീരിയൻസും, ഒന്ന് ഈ ആകാശപ്പറവുകൾ കുറ്റികളച്ചനോട് ചേർന്ന് കിട്ടിയ പാവങ്ങളോട് ചേർന്നുള്ള പ്രവർത്തനം, അത് ഫ്രാൻസിസ് അസീസിയുടെ വലിയൊരു മേഖലയാണ്. 2 ദൈവവചന പ്രഘോഷണം. ഞാൻ ഈ ദൈവവചന പ്രഘോഷണത്തെ മാത്രം ഒന്ന് പിക്ക് ചെയ്യുക. ഈ ദൈവവചന പ്രഘോഷണത്തിൻ്റെ തലത്തിൽ അച്ഛൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരുന്നു, വേറൊരു ധ്യാന ടീമിൻ്റെ ചാർജ് ഉണ്ടായിരുന്നു. ദൈവവചന പ്രഘോഷണ ശുശ്രൂഷ അച്ഛൻ്റെ ജീവിതത്തെ എങ്ങനെ വളർത്തി, അത് മറ്റുള്ളവർക്ക് എന്തുമാത്രം പ്രധാനപ്പെട്ട കാര്യമാണ് അച്ഛൻ? സത്യം പറഞ്ഞാൽ വചനത്തിന് വളരെ ശക്തിയുണ്ട്. ഇരുതല വാളാണെന്ന് പറയുന്ന വലിയൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇന്ന് മനുഷ്യനെ രൂപാന്തരപ്പെടുത്താനും അവനെ വിശുദ്ധിയിൽ വളർത്താനും നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കുവാനും സഹായിക്കുന്ന വലിയൊരു ഘടകം ദൈവവചനം തന്നെയാണ്. അപ്പോൾ ആ വചനത്തെ പ്രഘോഷിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഈ പ്രഘോഷിക്കുന്ന വചനം എൻ്റെ ജീവിതത്തെയും വിശുദ്ധീകരിക്കുന്നുണ്ട്. ഈശോ പറഞ്ഞിട്ടുണ്ട്, കാരണം ഞാൻ പറഞ്ഞ വചനം മൂലം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നു. അപ്പോൾ വചനം പ്രഘോഷിക്കുന്നവനും കേൾക്കുന്നവനും ശുദ്ധിയുള്ളവരായി തീരുക ഈ വചനത്തിൻ്റെ ശക്തിയാൽ. അപ്പോൾ ഈ ശുശ്രൂഷ മേഖലയിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ വിശുദ്ധീകരിക്കുവാനും മറ്റുള്ളവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഈ ശുശ്രൂഷ ചെയ്യുവാനും എന്നെ സഹായിക്കുന്നുണ്ട് ഈ വചന പ്രഘോഷണ മേഖല. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യ നാളുകളിൽ അത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണെന്ന് എനിക്കിപ്പോഴും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റും. കാരണം പല സാധ്യതകളുമുണ്ട്. കാരണം ഒരു വൈദികൻ ചിലപ്പോൾ ഒരു ആഗ്രഹത്തോടെ ആയിരിക്കും സെമിനാരി ചേരുന്നത്, പക്ഷേ ആ ആഗ്രഹങ്ങളിൽ തന്നെ തുടർന്നു പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ഹയർ സ്റ്റഡീസിലേക്ക് വിടും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അപ്പോയിൻമെൻറ്റ്സ് വരും. ഇതൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ചേർന്ന സമയത്തുണ്ടായിരുന്ന ആഗ്രഹം അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റാതെ എൻ്റെ കൂടെയുള്ള ഒത്തിരി പേരെ എനിക്ക് അറിയാൻ പറ്റും. കാരണം ഒത്തിരി വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങളോട് വരും, പക്ഷേ അതൊന്നും ഇന്ന് അവർ വേറെ ശുശ്രൂഷകളിലൂടെയാണ്. അതെല്ലാം സഭയുടെ നല്ല ശുശ്രൂഷകൾ തന്നെയാണ്, പക്ഷേ ഒരു ശുശ്രൂഷയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് കഴിയാതെ പോകുന്നുണ്ട് ചിലർക്ക്. പക്ഷേ എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ ആരംഭത്തിൽ ആഗ്രഹിച്ച അതേ ശുശ്രൂഷയിൽ തന്നെ ഇപ്പോഴും തുടരാൻ സാധിക്കുന്നത് എനിക്കൊരു വല്ലാത്തൊരു ലഹരിയാണ്, ഒരു ആനന്ദമാണ്. എൻ്റെ കൂടെയുള്ള ബാച്ച്മേറ്റ്സ് പറയും, ബിനോയ് ആദ്യം ചേർന്നപ്പോൾ തന്നെ ചിലർ കളിയാക്കുമായിരുന്നു, പാസ്റ്റർ എന്ന് പറഞ്ഞ് കളിയാക്കും എന്നെ. കാരണം ഞാൻ ഈ വചനത്തിന് പ്രാധാന്യം കൊടുത്ത് ഇങ്ങനെ സെമിനാരിയിലൊക്കെ വചനമായിട്ട് കാര്യം പറയുമ്പോൾ കൂടെയുള്ളവരൊക്കെ കളിയാക്കി, പാസ്റ്ററാ ബിനോയ് പാസ്റ്റർ വന്നു. അപ്പോൾ എന്നിട്ട് ഈ അടുത്ത സമയത്തൊക്കെ ആ കമ്പാനിയൻസൊക്കെ എന്നോട് പറഞ്ഞത്, ബിനോയെ സമ്മതിക്കണം, ആദ്യം മുതൽ അവസാനം ഇപ്പോഴും ആ ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെ വചനത്തോട് ആ വിശ്വസ്ത പുലർത്തി വചന ശുശ്രൂഷയിലോട് താല്പര്യമുള്ള ഒരു പുരോഹിതനായിട്ട് കാണുന്നതിൽ സന്തോഷമുണ്ടെന്ന് എൻ്റെ കമ്പാനിയൻസ് എന്നെ പറയാറുണ്ട്. അപ്പോൾ അത് എനിക്ക് കാരണം ഇന്ന് ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്തുവാൻ വചനത്തിന് മാത്രമേ കഴിയൂ, വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുവാൻ വചനത്തിന് മാത്രമേ കഴിയൂ, സമൂഹത്തെ രൂപപ്പെടുത്താനും വചനത്തിന് മാത്രമേ കഴിയൂ. കാരണം ലിഖിതമായ വചനം, മാംസമായ വചനം, ഇത് രണ്ടും നമ്മുടെ സഭയുടെ സമ്പത്താണ്. ഫ്രാൻസിസ് അതിന് ഏറ്റവും വില കൊടുത്തതാണ്. അപ്പോൾ ഈ ശുശ്രൂഷ, വിശുദ്ധ കുർബാന പരികർമ്മവും വചന ശുശ്രൂഷയും ഒരു പുരോഹിതൻ്റെ പ്രധാനപ്പെട്ട 2 ദൗത്യങ്ങളാണ്. അപ്പോൾ അതിൽ തന്നെ മുഴുകി മുന്നോട്ട് പോകാൻ കഴിയുന്നത് വളരെ ഒരു ആനന്ദമാണ്. കാരണം അത് തന്നെയാണ് എൻ്റെ അവസാനം വരെ എൻ്റെ ആഗ്രഹവും ഇത് തന്നെയാണ്, ഈ 2 ശുശ്രൂഷകൾ. അച്ഛൻ്റെ വാക്കുകൾ, കാരണം ആദ്യം അച്ഛൻ പറഞ്ഞിരുന്നു അവസാനം വരെ ഒരു വചന പ്രഘോഷകനായി തന്നെ ജീവിക്കണം എന്നുള്ളത്. തീർച്ചയായിട്ടും ദൈവം ഇതുവരെ നടത്തിയ ദൈവം മുൻപോട്ടും അച്ഛനെ നടത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ ഇവിടെ അച്ഛൻ ചെറുപ്പക്കാരോടൊപ്പം ധാരാളം പ്രവർത്തിക്കുന്ന അച്ഛനാണ്. പ്രത്യേകിച്ച് വചനപ്രഘോഷണ രംഗത്ത് ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കൊടുക്കുന്നതിന് അച്ഛൻ്റെ ഒരു വളരെ തീഷ്ണത വ്യക്തിപരമായി എനിക്കും അറിയാനിടയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് എന്താണ് അച്ഛനെ പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യം? പിന്നെ ചെറുപ്പക്കാരോടൊപ്പമുള്ളൊരു ജീവിതം എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ്, ചെറുപ്പക്കാരോട് വചനം പറയേണ്ടത് ഈ കാലഘട്ടത്തിൽ എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ്? കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കോട്ടയിലെ ധ്യാനം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നാൾ ജീസസ് യൂത്തുമായിട്ടൊക്കെ പ്രവർത്തിക്കാനായിട്ടൊക്കെ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറ്റിക്കലച്ചൻ്റെ ഈ ശുശ്രൂഷയിൽ നിൽക്കുമ്പോഴും ജീസസ് യൂത്തിൻ്റെ ചില ശുശ്രൂഷകളിലും പങ്കെടുത്തു. അത് കഴിഞ്ഞ് സെമിനാരി ഫോർമേഷൻ കഴിഞ്ഞു, അച്ഛനായി കഴിഞ്ഞതിന് ശേഷവും യൂത്തിൻ്റെ ഇടയിൽ പ്രോഗ്രാം ചെയ്യാനായിട്ട് ചില അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ജോസഫ് ദാസൻ, നമ്മുടെ ശാലോം ശുശ്രൂഷ ചെയ്യുന്ന ജോസഫ് ദാസനോടൊപ്പം ചേർന്ന് ഞങ്ങൾ യൂത്തിന് വേണ്ടി കുറേ ഫോർമേഷൻ പ്രോഗ്രാംസൊക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെ ഒത്തിരി അനുഭവമാണ്. കാരണം ഇന്ന് യൂത്തിനെ നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കണം. കാരണം സഭയുടെ അടുത്ത തലമുറ എന്ന് പറയുന്നത് ഈ യൂത്താണ്. ഇവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സഭയുടെ മുന്നോട്ടുള്ള യാത്ര വളരെ പ്രതിസന്ധി ഘട്ടമാണ്. അതോടൊപ്പം തന്നെ ഇന്ന് സഭയെ തകർക്കുവാനും പിശാച് ഇന്ന് യൂത്തിനെയാണ് ഉപയോഗിക്കുന്നത്. ചില തെറ്റായ പ്രത്യയ ശാസ്ത്രങ്ങൾ, അവരുടേതായിട്ടുള്ള കാരണം സത്യം പറഞ്ഞ യൂത്തൊക്കെ നിഷ്കളങ്കര, അവരൊക്കെ കാരണം ഈശോ യൂത്തിനെ ഒത്തിരി സ്നേഹിക്കുന്നതാണ്.
കാരണം സ്നേഹത്തോടെയാണ് ഈശോ യൂത്തിനോട് ഇടപെട്ടത് തന്നെ. ഒരു യുവാവ് വന്നിട്ട് നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ അവനോട് സ്നേഹത്തോടെയാണ് ഈശോ സംസാരിക്കുന്നത് തന്നെ. ഇന്ന് യൂത്തിന് ആവശ്യം ഇത് തന്നെയാണ്. നമ്മൾ അവരോട് സ്നേഹത്തോടെ ഇടപെടുക. കാരണം ആ സ്നേഹം അവർക്ക് കിട്ടിക്കഴിയുമ്പോൾ, ക്രിസ്തുവാകുന്ന ആ സ്നേഹത്തിൻ്റെ അനുഭവം നമുക്ക് കൊടുക്കാൻ കഴിയുമ്പോൾ പിന്നെ ഇവർ മറ്റൊരു സ്നേഹത്തിന് വേണ്ടി ഓടില്ല. ഇന്ന് യൂത്ത് യഥാർത്ഥത്തിൽ മദ്യത്തിന്, മയക്കുമരുന്നിന്, ചില തെറ്റായ പ്രത്യയശാസ്ത്രങ്ങളുടെ പിന്നാലെയൊക്കെ പോയി വെട്ടാനും കുത്താനും സ്വയം നശിക്കാനും ഒക്കെ ഇടയാകുന്നത് ഈ സ്നേഹത്തിൻ്റെ അഭാവമാണ്. അവർ ക്രിസ്തുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. എനിക്കറിയാം. കാരണം ഈ യൂത്ത് മിനിസ്ട്രിയിൽ ഈശോയെ കണ്ടുമുട്ടി കഴിയുമ്പോൾ പിന്നെ ഇവരുടെ ലൈഫ് സ്റ്റൈൽ ഒരു എൻറ്റയർലി ഡിഫറെൻറ്റാണ്. ഇവർ പിന്നെ ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ നിൽക്കും. ഇവരുടെ പ്രാർത്ഥനാ ശൈലി ഇതൊക്കെ വളരെ പ്രചോദനമാണ്. നമ്മൾ അത്ഭുതപ്പെടും. 50 ജപമാലയൊക്കെ ചൊല്ലുന്ന യൂത്തിനെയൊക്കെ അവരുടെ കൂടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാനും ശുശ്രൂഷ ചെയ്യാനും ഒക്കെ കഴിയുമ്പോൾ നമ്മളിലും ഒരു ആത്മീയ ഒരു ഇൻസ്പിറേഷൻ കിട്ടും. അതുപോലെ ഒരു സ്പാർക്ക്, ആ ഒരു ജ്വലനം ഉണ്ടാകും. ഈ യൂത്തുമായിട്ട് മിങ്കിൾ ചെയ്ത് ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ വളരെ ഒരു അഭിഷേകമാണ്. പിന്നെ ഈ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ യൂത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അവരെ ഒന്ന് നേരായ രീതിയിൽ ഗൈഡ് ലൈൻ ചെയ്യാനായിട്ട് ആരുമില്ല ഇന്ന്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല, ഒത്തിരി ഉണ്ട്. പക്ഷേ പരിമിതമാണ്. യൂത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുവാനായിട്ട് യൂത്തിനെ ഒന്ന് ശരിയായ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒത്തിരി അനുഗ്രഹം. കാരണം ഇടവകളിൽ നിന്ന് അവർക്ക് അത്രയും കിട്ടില്ല. ഇടവകളിൽ ചിലപ്പോൾ ഇവരൊക്കെ ഞായറാഴ്ച കുർബാനയ്ക്ക് മാത്രം പോകും. അത് കഴിഞ്ഞ് പള്ളിയുടെ പുറത്തായിരിക്കും മിക്കവാറും യൂത്ത്. കാരണം പക്ഷേ ഒരു ക്രിസ്തു അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ, യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചു കഴിഞ്ഞാൽ ഇവൻ പള്ളിക്കകത്ത് കയറും. ഇന്ന് പള്ളിക്ക് പുറത്ത് യൂത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് എന്നെ പോലുള്ളവരുടെ കുറ്റമാണ് ഞാൻ പറയും. കാരണം ക്രിസ്തുവിനെ അനുഭവിച്ച ഞാൻ, ക്രിസ്തുവിനെ കണ്ടുമുട്ടി ക്രിസ്തുവിനെ കൊടുക്കുവാനായിട്ട് വിളിക്കപ്പെട്ട ഞാൻ ഇവർക്ക് കൊടുക്കാത്തത് കൊണ്ടാണ് ഇന്ന് യൂത്ത് പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇടയിൽ സ്നേഹത്തോടെ ഇടപെട്ട് കഴിഞ്ഞാൽ അവരെ ഉള്ളിലേക്ക് കയറ്റാം, പള്ളിയുടെ ഉള്ളിലേക്ക് കയറ്റാം, ഈശോയുടെ സ്നേഹം കൊടുക്കാം. ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുന്ന ഈശോയെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ ഈ യൂത്തൊക്കെ സഭയുടെ ശക്തിയായിട്ട് മാറും, സമൂഹത്തിൻ്റെ ഉണർവായിട്ട് മാറും, കുടുംബത്തിൽ തന്നെ ഒരു അഭിഷേകമായിട്ട് മാറും. അപ്പോൾ കാരണം ഇന്ന് നമ്മൾ കുടുംബമാണ് ഗാർഹിക ദേവാലയം എന്ന് പറയുന്നത്. കുടുംബം രൂപപ്പെടുന്നതിന് മുമ്പ് ഒരു യുവാവും യുവതിയുമാണ് അവൻ്റെ ജീവിതം. ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവൻ ഒരു യുവാവും യുവതിയുമാണ്. ഈ യുവാവിൻ്റെയും യുവതിയുടെയും കാലഘട്ടത്തിൽ ക്രിസ്തു അനുഭവം സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ കുടുംബങ്ങളുടെ ആ ഒരു രൂപീകരണം വളരെ നന്നായിരിക്കും. ഏറെ സന്തോഷം വെച്ചാൽ, കാരണം അച്ഛൻ്റെ വാക്കുകളിൽ തന്നെ ആ തീക്ഷ്ണതയുണ്ട്. ചെറുപ്പക്കാരോടുള്ള സ്നേഹത്തിൻ്റെ ഒരു തീക്ഷ്ണത സത്യമാണ്. കാരണം എൻ്റെയൊക്കെ വ്യക്തിപരമായ ജീവിതാനുഭവത്തിലും ഈ ഒരു ക്രിസ്തുവിനെ ജീസസ് യൂത്ത് വഴിയും ഒക്കെ ആയിട്ട് അറിഞ്ഞപ്പോൾ ജീവിതത്തിലുണ്ടായ മാറ്റം എനിക്ക് തന്നെ അറിയാം. ഞാൻ അച്ഛനോട് ഇവിടെ വ്യത്യസ്തമായി ചോദിച്ചു. അച്ഛൻ ഇപ്പോൾ ഉള്ളത് പൊന്നുരുന്നി ആശ്രമത്തിലാണ്. തിയോഫിൻ അച്ഛൻ്റെ കബറിടത്തിൻ്റെ ആ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അവിടുത്തെ ഡയറക്ടറും കൂടിയാണ്. ഒത്തിരി ആളുകൾ അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ് ഒക്കെ മേടിക്കുന്നത് ഞാൻ കാണാനിടയായിട്ടുണ്ട്. അത് വെറുതെ ഒരു ഡയറക്ടർ പോസ്റ്റ് അല്ലല്ലോ. അനേകം പേര് തിയോഫിൻ അച്ഛൻ്റെ കബറിടത്തിൽ പ്രാർത്ഥനയ്ക്കായി അവരുടെ ജീവിതത്തിലെ നീറുന്ന പ്രശ്നങ്ങൾ ഇറക്കി വയ്ക്കാനാണ് വരുന്നത്. ഇതിന് 2 കാര്യങ്ങൾ. ഒന്ന്, അത്ര ഒരു സ്ഥലത്തെ അച്ഛൻ്റെ ഒരു ശുശ്രൂഷ എങ്ങനെ ആളുകളുടെ ജീവിതത്തിൽ ഒരു ക്രിസ്തുവിനെ കൊടുക്കുന്നതിന് സഹായിക്കുന്നു. 2, തിയോഫിൻ അച്ഛനെക്കുറിച്ച്. സത്യത്തിൽ ഞാനിന്ന് ഒത്തിരി സന്തോഷവാനാണ്. കാരണം ഈ ശുശ്രൂഷ, പ്രത്യേകിച്ച് ദേവദാസൻ തിയോഫിൻ അച്ഛൻ്റെ ഒരു കബറിടത്തിൽ അതിൻ്റെ തിയോഫിൻ ഗിൽഡിൻ്റെ ഡയറക്ടറായിട്ട് സേവനം ചെയ്യുകയാണ് സഭ. എന്നെ ആ ഒരു ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ നൂറുകണക്കിന് ആൾക്കാരാണ് ആ സമാധിയിൽ വേദനയായിട്ട് കണ്ണുനീരോടെ വരുന്നത്. എന്നെ വിസ്മയിപ്പിക്കുന്നത് ഈ സ്കൂൾ കുട്ടികൾ മുതൽ വൃദ്ധരായിട്ടുള്ളവർ വരെ ഈ സമാധിയിൽ വന്ന് കുറേ നേരം ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാറുണ്ട്. അതോടൊപ്പം തന്നെ ഇവരെല്ലാവരും അച്ഛന്മാരെ കാണുമ്പോൾ ഓടി വരും. എന്തെങ്കിലും അവർക്ക് കാരണം അവരുടെ ബുദ്ധിമുട്ടുകളൊന്ന് ഷെയർ ചെയ്യണം, ചില തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവരെ ഒന്ന് സഹായിക്കണം. അപ്പോൾ അതിന് നമ്മളൊരു അവൈലബിളായിട്ട് അവിടെ ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു അനുഗ്രഹം അവർക്ക്. അപ്പോൾ അവരൊത്തിരി സന്തോഷമാണ് അതിന്. അപ്പോൾ അവിടെ വന്ന് ഒത്തിരി പേര് വരുന്നുണ്ട്. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ. തൊട്ടടുത്ത് 2 സ്കൂളുകളുണ്ട്. സെൻറ്റ് റീത്ത സ്കൂള്, അതുപോലെ തന്നെ CKC സ്കൂള്. ഈ 2 സ്കൂളുകളിലെയും കുട്ടികൾ എക്സാം ടൈമിനാകുമ്പോൾ കൂടുതൽ കുട്ടികൾ വരും. എക്സാമിന് മുമ്പ് സാധാരണയുള്ള ദിവസങ്ങളിൽ ഒരു നോർമൽ ഇതിൽ കുട്ടികൾ ഒത്തിരി പേര് അവിടെ വരും, പ്രാർത്ഥിക്കും. അപ്പോൾ അവരുടെയൊക്കെ ഇടയിൽ ഒന്ന് ശുശ്രൂഷ ചെയ്യാനായിട്ട്, അവരുമായിട്ട് ഇടപെടാനായിട്ട് കഴിയുന്നത് തന്നെ ഒരു സന്തോഷമാണ്.
അവർക്ക് ഈശോയെ കൊടുക്കാനായിട്ട് പറ്റും, പ്രാർത്ഥന കൊടുക്കാനായിട്ട്. അവർ എപ്പോഴും പറയും, കാരണം എക്സാമിനൊക്കെ വന്ന് അവർ പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കും. പിന്നെ ചില ഫാമിലി പ്രോബ്ലംസൊക്കെ വരുമ്പോൾ കൗൺസിലിങ്ങും അവിടെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ചില പ്രശ്നങ്ങൾ നമുക്കിന്നറിയാം, ഡിവോഴ്സ് വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്, ഒത്തിരി ഡിവോഴ്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ശുശ്രൂഷ മേഖലകളിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒത്തിരി നന്നായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും, എത്ര കുടുംബങ്ങളെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. കാരണം അതൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക്. കാരണം ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് ഈശോയുമായുള്ള ആ ബന്ധത്തിലൂടെ നമുക്ക് നേടുന്ന ആത്മാക്കളുടെ ആ ഒരു സന്തോഷമാണ് നമ്മളെ നിത്യതയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അച്ഛൻ പറയുമ്പോൾ തന്നെ, കാരണം ഈ തിയോഫിനച്ഛൻ്റെ അവിടെ വരുന്ന ആളുകളെ കേൾക്കാനും ധാരാളം തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. വെറുതെ ആളുകൾ തീർച്ചയായിട്ടും അവരുടെ ആവശ്യങ്ങൾക്കും പ്രാർത്ഥനകൾക്കുമായി ഓടിക്കൂടുകയാണ്. അപ്പോൾ ഈ തിയോഫിനച്ഛൻ്റെ അവിടെ വരുമ്പോൾ അങ്ങനെ അവരെ കേൾക്കാനും അവർക്കൊന്ന് ഗൈഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉള്ള അച്ഛൻ്റെ പ്രസൻസാണ് അവിടെ വലിയൊരു അനുഗ്രഹമാണ്. അച്ഛൻ എൻ്റെ ഏറ്റവും ഒരുപക്ഷെ ഈ എപ്പിസോഡിൽ അവസാനത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, അച്ഛൻ്റെ ഇത്രയും ശുശ്രൂഷകളുടെ ഇടയിൽ ഈ ആളുകളുടെ ജീവിതത്തിൽ ഈ വചനം ഉണ്ടാക്കുന്ന വ്യത്യാസം, അല്ലെങ്കിൽ അച്ഛൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യം, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നൊരു വ്യത്യാസം, അതിനെക്കുറിച്ചും അത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇതെന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് അച്ഛൻ്റെ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അച്ഛനൊന്ന് ആ ഒരു കൃത്യമായൊരു അനുഭവത്തോടു കൂടെ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. നമുക്കൊരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്താനായിട്ട് നമ്മുടെ മാനുഷികമായ വാക്കുകൾ കൊണ്ട് ഒരിക്കലും പറ്റില്ല, ദൈവവചനം കൊണ്ട് മാത്രമേ പറ്റൂ. അപ്പോൾ ആ വചനത്തിലൂടെ നമ്മൾ വചനം വെച്ച് മറ്റുള്ളവരോട് സംസാരിക്കുകയാണെങ്കിൽ ആ വചനം ആ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തും, നമ്മളെപ്പോലെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ. കാരണം എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. ചില വചനങ്ങൾ കേട്ട് ചിലപ്പോഴൊക്കെ കൗൺസിലിങ്ങിനൊക്കെ വന്ന് ഇരിക്കുമ്പോൾ കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്നൊരു വചനം പ്രാർത്ഥിച്ചിട്ടെടുത്ത് ആ വചനം അവർക്ക് കൊടുത്താൽ മതി. ആ വചനം തന്നെ അവരെ രൂപാന്തരപ്പെടുത്തിയ അനുഭവങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരുടെ ചിലർക്ക് ചില ദുശീലങ്ങൾ വിട്ടുപോയ കാര്യങ്ങളുണ്ട്, ചില ആത്മഹത്യ, സൂയിസൈഡ് ടെൻഡൻസി ആയിട്ട് ചിലപ്പോൾ അങ്ങനെ വന്നവരായിരിക്കാം. പക്ഷേ ഒരു വചനം കിട്ടി ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ മാറ്റം വരികയാണ്. അപ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ ദൈവവചനം കൊടുക്കുക. പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, സാഹചര്യം അനുകൂലമായാലും പ്രതികൂലമായാലും വചനം പ്രസംഗിക്കുക. ഇന്ന് ഈ കാലഘട്ടത്തിന് ആവശ്യം വചനമാണ്. ദൈവവചനത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അത് ദൈവവചനം തന്നെയാണെന്ന് വിശ്വസിച്ച് പ്രഘോഷിക്കണം, അത് ധൈര്യമായിട്ട് കൊടുക്കണം. അവിടെ അത്ഭുതം നടക്കും. കാരണം ദൈവം തന്നെ പറയുന്നുണ്ട്, ആകാശത്ത് നിന്ന് പെയ്യുന്ന മഞ്ഞും മഴയും അത് ഫലരഹിതമല്ലാതെ പോകുന്നില്ല. ഇതേപോലെയാണ് വചനവും. നമ്മൾ ഒരു വചനം ഒരു വ്യക്തിയുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ രൂപാന്തരപ്പെടുത്താൻ പറ്റും. മറ്റൊന്ന് വിശുദ്ധ കുർബാന തന്നെയാണ്. നമ്മൾ ഈ ആകുലപ്പെട്ട് പരിഭ്രാന്തിപ്പെട്ട് ഇങ്ങനെ ഓടുന്ന ജനം ദിവ്യകാരുണ്യ സന്നിധിയിൽ ആ തണലിൽ ഇരിക്കാനായിട്ട് പരിശീലിപ്പിക്കണം. നമ്മൾ അവരോട് പറയേണ്ടത്, കാരണം ഇന്ന് പല പ്രശ്നങ്ങളായിട്ട് ആൾക്കാർ വരാറുണ്ട്. അവിടെ വരുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ കുറച്ചു നേരം ഒന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം പ്രവർത്തിക്കും. കാരണം എൻ്റെ പൗരോഹിത്യ ജീവിതത്തിന് ഞാനിന്ന് വിസ്മയിച്ചുകൊണ്ട് തന്നെ എൻ്റെ പൗരോഹിത്യത്തെ നോക്കി കാണുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്: വചനത്തിൻ്റെ ശക്തിയും ദിവ്യകാരുണ്യത്തിൻ്റെ ആ ഒരു സാന്നിധ്യവും മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെയാണ്. അപ്പോൾ അത് തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ ജീവിത ആഗ്രഹവും. അവസാനം വരെ ഈ കാര്യങ്ങൾ അവർക്ക് കൊടുക്കുക. മറ്റൊന്ന് ഇതിനോട് ചേർത്ത് വയ്ക്കാൻ പരിശുദ്ധ അമ്മയോട് വളരെ, കാരണം ഞാൻ ഈ കൗൺസിലിങ്ങിനും മറ്റുള്ള ഇതിനൊക്കെ പ്രാർത്ഥിക്കാൻ മറ്റുള്ളവരടുത്ത് പോകുമ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് പറയും, മാതാവിൻ്റെ വലിയ പ്രൊട്ടക്ഷനുണ്ട്. കാരണം ചില അവസരങ്ങളിലൊക്കെ വിശുദ്ധ കുർബാനയുടെ സമയത്തൊക്കെ മാതാവ് അടുത്ത് നിന്ന് വിശുദ്ധ കുർബാനയിൽ ഒരു അനുഭവം തരുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വേറൊരു സമയത്ത് ഒരു വലിയൊരു ആക്സിഡൻറ്റ്, ICUയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക്, കാരണം വളരെ സീരിയസ് ആയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാന കൊണ്ട് ആ വ്യക്തിയുടെ അടുത്ത് ചെന്ന് കുർബാന കൊടുത്തു കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ഭയങ്കര ഒരു മാറ്റം. അപ്പോൾ ഇതൊക്കെ വിശുദ്ധ കുർബാനയിൽ ഒന്ന് എൻ്റെ വിശ്വാസത്തെ പോലും വർദ്ധിപ്പിക്കാൻ തക്ക വിധം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എന്നെ ഒത്തിരി ഏറെ സഹായിച്ചിട്ടുണ്ട്. ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ അനുഭവങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ ഷെയർ ചെയ്യുമ്പോഴും, അതുപോലെ എൻ്റെ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കെടുത്തുകൊണ്ട് അനുഭവങ്ങളെ മറ്റുള്ളവരെ ഷെയർ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനോടുള്ള വിശ്വാസം ആഴപ്പെടുകയാണ്. വചനത്തോടും ദിവ്യകാരുണ്യത്തോടുള്ള വിശ്വാസം എനിക്കും ആഴപ്പെടുന്നുണ്ട്. താങ്ക് യു ബിനോയ്. എനിക്ക് നമ്മൾ അച്ഛൻ്റെ ഷെയറിങ് കേൾക്കുമ്പോഴേ അറിയാം ഒത്തിരി കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ധാരാളം ദൈവാനുഭവങ്ങൾ അച്ഛനുണ്ട്. പക്ഷേ സാഹചര്യവശാൽ നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കണം. പക്ഷേ എങ്കിലും അച്ഛൻ അവസാനം പറഞ്ഞത് ഏറ്റവും ശക്തമായി ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകളുടെ സാഹചര്യങ്ങളിൽ ഈ പ്രത്യേകതകളുടെ ഈ സമയത്ത് ദൈവവചനം പ്രഘോഷിക്കപ്പെടണം. അത് എന്തു തന്നെയായിരുന്നാലും പ്രഘോഷിക്കപ്പെടണം. രണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുതങ്ങളാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ്റെ ജീവിതം പോലും ഒരു വിസ്മയമാകുന്നത് ആ ദിവ്യകാരുണ്യത്തിൻ്റെ ദൈവവചനത്തിൻ്റെ ശക്തിയിലാണ്. ഏറ്റവും ഒടുവിൽ പരിശുദ്ധാമ്മയുടെ ആ ഒരു വലിയ സംരക്ഷണവും പ്രൊട്ടക്ഷനുമാണ് പറഞ്ഞത്. അച്ഛൻ ആദ്യം മുതൽ സൂചിപ്പിക്കുന്നത് പോലെ
ദൈവത്തിൻ്റെ ഒരു കരുതലും ദൈവത്തിൻ്റെ സംരക്ഷണവും അച്ഛൻ്റെ കൂടെയുണ്ട്. അത് കാരണമാണ് ഓരോ പടിപടിയായിട്ട് അച്ഛൻ എന്താണോ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നു അച്ഛൻ ആഗ്രഹിക്കുന്നതും ഒന്നായ ഒരു നിമിഷമുണ്ട്. അവിടെ മുതൽ ഇന്നീ നിമിഷം വരെ വചനപ്രഘോഷകനായ ഒരു വൈദികനായി, ദിവ്യകാരുണ്യം ചേർത്ത് പിടിക്കുന്നൊരു വൈദികനായി, മാതാവിൻ്റെ സംരക്ഷണമുള്ളൊരു വൈദികനായി അച്ഛന് ജീവിക്കാൻ സാധിക്കുന്നു. അച്ഛൻ്റെ ആഗ്രഹം പോലെ അവസാന നിമിഷം വരെ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണു. ശാലോം ടി വിയിലെ ജോഷു എന്ന ഈ പ്രോഗ്രാമിൽ അച്ഛൻ്റെ ഈ 2 എപ്പിസോഡിലെയും സജീവ സാന്നിധ്യത്തിന് വളരെ ആവേശകരമായ പങ്കുവെക്കലുകൾക്ക് താങ്ക് യു. പ്രാർത്ഥിക്കുക. താങ്ക് യു. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ.